അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 18-ാം സങ്കീർത്തനം 19-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ 1838 ജൂലൈ മാസം 11-ാം തീയതി ഒരു ഇഷ്ടിക പണിക്കാരന് ഒരു ആൺകുട്ടി ജനിച്ചു. നിർധന കുടുംബത്തിലെ മകനാണെങ്കിലും ദൈവം അവനെ ഉന്നതനാക്കി. അമേരിക്കയിലെ ഒരു കോടീശ്വരനായി തീർന്ന തന്നോട് ഒരിക്കൽ ഒരു മാസിക പ്രവർത്തകൻ, അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടിയായി ആ കോടീശ്വരൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കടമായി മേടിച്ച ഒരു ബൈബിളിൻ്റെ വിലയായ $2.75 എൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. പല ഗഡുക്കളായാണ് ആ പണം ഞാൻ കൊടുത്തു തീർത്തതെന്നുകൂടി താൻ കൂട്ടിച്ചേർത്തു. തന്നെയുമല്ല, കോടീശ്വരനായ ആ വ്യക്തി അപ്പോഴും സൺഡേ സ്കൂളിൽ ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തിയാണ് അമേരിക്കയിലെ വലിയ കച്ചവടക്കാരനും രാഷ്ട്രീയ നേതാവും ദൈവഭക്തനുമായിരുന്ന ജോൺ വാനാമേക്കർ. തൻ്റെ പിതാവ് തുച്ഛമായ വരുമാനമുള്ള ഇഷ്ടിക പണിക്കാരനായിരുന്നെങ്കിലും തൻ്റെ മകനെ ദൈവഭയത്തിൽ വളർത്തുവാൻ ശ്രമിക്കുകയും ആ മകൻ ബൈബിൾ വായിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്തു. കർത്താവ് അവൻ്റെ ഞെരുക്കം മാറ്റുകയും അവൻ ദൈവത്തിൽ ആശ്രയിച്ചതിനാൽ ചെന്നിടത്തെല്ലാം ദൈവം അവനെ ഉയർത്തുകയും വലിയ കോടീശ്വരനും അമേരിക്കയിൽ അറിയപ്പെടുന്ന മാന്യനുമാക്കി തീർത്തു. കോടീശ്വരന്മാരായ അവൻ്റെ സ്നേഹിതന്മാർ സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വാനാമേക്കറോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന നിസ്സാര ജോലി ചെയ്യുന്നത്? അത് മറ്റാരെങ്കിലും ചെയ്യുകയില്ലേ? ആ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നിങ്ങൾ പറഞ്ഞ നിസ്സാരമായ ഈ സൺഡേ സ്കൂൾ പഠനമാണ് എന്നെ നിങ്ങൾ കാണുന്ന ഈ പദവിയിൽ എത്തിച്ചത് എന്നായിരുന്നു. എനിക്കിത് നിസ്സാരമല്ല, ഏറ്റവും വലിയ ജോലിയാണ് എന്നായിരുന്നു തൻ്റെ വാക്കുകളിൽ കൂടി സൺഡേ സ്കൂളിന് വില കുറഞ്ഞ് കണ്ട തൻ്റെ സ്നേഹിതന്മാർക്ക് ജോൺ വാനാമേക്കർ കൊടുത്ത മെസ്സേജ്. ദാവീദ് ഇടയച്ചെറുക്കൻ എന്ന പേരിൽ ആയിരിക്കും അറിയപ്പെട്ടിരുന്നത്. അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് ശമൂവേലിനോട് പറഞ്ഞത് ഇനിയുള്ളതിൽ ഇളയവൻ എന്നാണ്. എല്ലാവരാലും തഴയപ്പെട്ടവനായിരുന്നു താൻ. അവൻ്റെ അപ്പനോ അമ്മയോ സഹോദരന്മാരോ എന്തിനേറെ ശമൂവേൽ പ്രവാചകൻ പോലും അവനിൽ ഒരു രാജാവിനെ കണ്ടിരുന്നില്ല. സാധാരണ ഒരു പട്ടാളക്കാരനാകുവാനുള്ള യോഗ്യത ഇല്ലാത്തവനാണവൻ. എന്നാൽ ശൗൽ രാജാവ് പോലും ഫിലിസ്ത്യ മല്ലൻ്റെ ഭീഷണിയിൽ പേടിച്ച് വിറച്ചിരുന്ന സാഹചര്യത്തിൽ ഒരു യോദ്ധാവിനെ പോലെ ഓടിച്ചെന്ന് ഗോലിയാത്തിനെ തകർത്ത് കളയുവാൻ തക്ക ശക്തി അവന് ലഭിച്ചത് വനാന്തരത്തിൽ ആടുകളെ മേയ്ക്കുമ്പോൾ പോലും ദൈവസാന്നിധ്യം മറിഞ്ഞ് ദാവീദ് ജീവിച്ചിരുന്നതിനാൽ ആണ്. ജോൺ വാനാമേക്കറിന് സാമ്പത്തിക ഞെരുക്കമായിരുന്നെങ്കിൽ ദാവീദിന് മുന്നോട്ട് പോകുവാൻ പറ്റാത്ത വിധം ശൗലിൽ നിന്നും അഹിതോഫേലിൽ നിന്നും തൻ്റെ സ്വന്തം മകനായ അബ്ശലോമിൽ നിന്നുമുള്ള ആക്രമണമായിരുന്നു. കർത്താവ് അവനെ അവൻ്റെ സകല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിച്ച് വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ദൈവം അവനെ വിശാലതയിലേക്ക് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ അവൻ പ്രസാദിപ്പിച്ചിരുന്നു. ദൈവം അവനിൽ പ്രസാദിച്ചിരുന്നതിനാലാണ് അവനെ വിശാലതയിലേക്ക് കൊണ്ടുവന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം ചെയ്യേണ്ടത് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി ദൈവഹിതം അഥവാ ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ ദൈവത്തിൻ്റെ വഴികളിൽ കൂടി മാത്രം നാം നടക്കണം. അത് നമുക്ക് സാധ്യമാകണമെങ്കിൽ നാം നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇനി ഞാൻ പാപം ചെയ്യാതെ ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തോട് അഥവാ യേശുവിനോട് പറയണം. നാം അങ്ങനെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ ആത്മാവ് വീണ്ടും ദൈവത്തോട് സംസാരിക്കുവാൻ തക്കവണ്ണം ജീവിക്കുന്നു. അപ്രകാരം നമ്മുടെ ആത്മാവ് പുതുക്കം പ്രാപിക്കുമ്പോൾ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്നും
ദൈവം എന്തെല്ലാം കാര്യങ്ങൾ വെറുക്കുന്നുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് പറയും. അപ്പോൾ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കും. അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നാം ജീവിച്ചാൽ നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ നാം നിവർത്തിക്കുകയില്ല. അങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നാം ജീവിക്കേണ്ടത്. അങ്ങനെയായാൽ ദൈവം നമ്മെയും വിശാലതയിലേക്ക് കൊണ്ടുവരുമെന്നതിന് സംശയമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. യേശു തൻ്റെ പിതാവിനെ പ്രസാദിപ്പിച്ചത് പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ടാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഞാൻ എപ്പോഴും എൻ്റെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ നാം യേശുവിന് പ്രസാദമുള്ളത് ചെയ്യുന്നുവെങ്കിൽ യേശു നമ്മെയും ഏകരായി വിടുകയില്ല. നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരും നമ്മുടെ കഷ്ടതയിൽ നമ്മെ വിട്ടുപോകുവാൻ സാധ്യതയുണ്ട്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് നമ്മെ സഹായിക്കുവാനുള്ള കഴിവില്ലാത്തതിനാലാണ് അവർ ഒഴിഞ്ഞു പോകുന്നത്. എന്നാൽ യേശു നമ്മെ നമ്മുടെ പ്രതികൂലത്തിൽ ഉപേക്ഷിച്ച് പോവുകയില്ല. കാരണം പാപം വഴിയെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവന് നമ്മുടെ വ്യതയറിയാം. കാരണം അവൻ വളരെ വ്യാകുലപ്പെട്ടിട്ടുണ്ട്. അവന് നമ്മുടെ വേദനയെക്കുറിച്ചറിയാം. കാരണം നമ്മെക്കാൾ അവൻ വേദന അനുഭവിച്ചിട്ടുണ്ട്. അവന് നമ്മുടെ പ്രാണവേദനയറിയാം. കാരണം ഗെത്സമനയിൽ വെച്ചും കാൽവരി ക്രൂശിൽ വെച്ചും അവൻ സഹിച്ചുകൂടാത്ത പ്രാണവേദനയിലായി നിലവിളിച്ചിട്ടുണ്ട്. നമ്മുടെ നിന്ദയും അപമാനവും അവന് നന്നായി അറിയാം. കാരണം അവൻ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആകയാൽ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും അവൻ നമ്മെ രക്ഷിക്കും. അവൻ കഷ്ടങ്ങളാൽ തികഞ്ഞവനാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെ ശക്തനാണ്. ദാവീദിനെ ദൈവം വിശാലതയിലേക്ക് വരുവാനുള്ള കാരണം നമുക്കൊന്നുകൂടി പരിശോധിക്കാം. 18-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എൻ്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തില്ല. ചുരുക്കി പറഞ്ഞാൽ ദാവീദ് ജീവിച്ചത് തനിക്ക് ബോധിച്ചതുപോലെയല്ല, ദൈവത്തിന് ബോധിച്ചതുപോലെയാണെന്ന് സാരം. പാപത്തിൽ രസിച്ച് തങ്ങൾക്ക് ബോധിച്ചവണ്ണം ജീവിച്ച് നിത്യനാശത്തിൽ വീണുകൊണ്ടിരിക്കുന്നവരുടെ മധ്യേയാണ് നാം ജീവിക്കുന്നതെങ്കിലും അവരുടെ വഴി പഠിക്കാതിരിക്കുവാൻ സങ്കീർത്തനക്കാരനെ പോലെ നാമും യഹോവയെ എപ്പോഴും നമ്മുടെ മുമ്പിൽ വയ്ക്കണം. ദാവീദ് അപ്രകാരമാണ് ജീവിച്ചത്. 18-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, ഞാൻ അവൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവനായിരുന്നു എന്ന് സാരം. ഹൃദയത്തിൽ പാപം ചെയ്യാതെ ജീവിക്കുന്നവനായിരുന്നു എന്നും അതിനർത്ഥമുണ്ട്. അകൃത്യം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. നാം നമ്മെ തന്നെ വിശുദ്ധിയിൽ കാക്കാമെങ്കിൽ പാപം ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹമുള്ള കുറേ കൂട്ടുകാർ നമ്മെ വിട്ട് പോയേക്കാം. എന്നല്ലാതെ കർത്താവിൻ്റെ സഹിത്വവും കാവലും നമ്മെ തുടർന്നുകൊണ്ടേയിരിക്കും. അവൻ നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നമ്മുടെ പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും മല പോലെ നമ്മുടെ മുൻപിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വിധം തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ആ മലയിലേക്ക് ധൈര്യത്തോടെ നാം നമ്മുടെ കാലുകൾ എടുത്തു വയ്ക്കുവാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ആ മലയുടെ ഉയരം ഒരടി കുറയുമെന്നതിന് സംശയമില്ല. നമുക്കതിന് ധൈര്യമുണ്ടാകണമെങ്കിൽ നമ്മുടെ മുൻപിൽ യേശുവിനെ എപ്പോഴും നിർത്തണം. അതായത് നാം യേശുവിൻ്റെ ആണിപ്പാടുള്ള കാൽപാദം പിന്തുടർന്ന് യേശു പോകുന്ന വഴിയിൽ കൂടി മാത്രം മുന്നോട്ട് പോകണം. യേശുവിന് പോകുവാൻ കഴിയുന്ന ഇടത്തേക്ക് നാം പോകാവൂ. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഓരോ ചിന്തയിലും തീരുമാനങ്ങളിലും യേശുവിന് അഭിപ്രായം പറയുവാൻ നാം അവസരം കൊടുക്കുകയും അവൻ തരുന്ന മാർഗനിർദ്ദേശം അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യണം. നാം അങ്ങനെ ചെയ്താൽ തളർന്ന് നാം വീഴുവാൻ നമ്മുടെ പ്രാണനാഥനായ കർത്താവായ യേശു ക്രിസ്തു സമ്മതിക്കുകയില്ല. തള്ളയാടുകളെ പതുക്കെ നടത്തി കുഞ്ഞാടുകളെ ചുമലിലേറ്റുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ പ്രകൃതിയും നമ്മുടെ കഴിവുകേടുകളും നന്നായി അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ഉഴൽച്ചകൾ എണ്ണുകയും നാം ജീവിത പടകിൻ്റെ തണ്ട് വലിച്ചു വലയുമ്പോൾ നമ്മുടെ പ്രതിസന്ധികളുടെ മുകളിൽ കൂടി കടന്നു വന്ന് നമ്മെ ചുമന്ന് വിടുവിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ നമുക്കും അകൃത്യം ചെയ്യാതെ നമ്മെ തന്നെ സൂക്ഷിക്കാം. കർത്താവിന് പ്രസാദം വരുമാറ് വെളിച്ച മക്കളായി ജീവിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ.
സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.